അന്താരാഷ്ട്ര പുരുഷ ദിനം. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരെ വിഷ് ചെയ്തപ്പോ അങ്ങനെ ഒരു ദിവസമുണ്ടോ, ദിവസമൊക്കെ സ്ത്രീകൾക്ക് മാത്രമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്, പക്ഷേ പുരുഷ ദിനം ഉണ്ട് അല്ലേ പ്രജന? ഇതിന്റെ കൂടെ ഈ ലോകാരോഗ്യ സംഘടന ഒരു പഠനം കൂടെ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കുഞ്ഞിലെ തൊട്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരോട് പറയും, നീ ഒരു ആങ്കൊച്ചല്ലേ, നീ കരയാൻ പാടുണ്ടോ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന പറയുന്നത് പുരുഷന്മാർ അവരുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഇവര് വളരെ സ്ട്രോങ് ആണ്, ഇവര് കരയാൻ പാടില്ല, ഇവർക്ക് ഡിപ്രസ്ഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ഇവർ ഉള്ളിൽ ഒതുക്കുന്നു. ചിലരെങ്കിലും ലഹരിയിലേക്ക് പോകുന്നു അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഇത് പാടില്ല, പുരുഷന്മാരും അവരുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് ഈ വർഷം അവർ പറയുന്നത്. അപ്പോൾ ലോകം പുരുഷ കേന്ദ്രീകൃതം എന്നൊക്കെ പറഞ്ഞ് അതിനെ സാമാന്യവൽക്കരിക്കപ്പെടുമ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് ബോധവൽക്കരണം നടത്തുക എന്നൊക്കെയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം, അതിൽ തുടങ്ങാം നമുക്ക്. ഉത്തമ പുരുഷൻ ആരെന്ന് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ചില വ്യവസ്ഥാപിതമായ വാർപ്പ് മാതൃകകളുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്, രക്ഷകൻ, മത്സരബുദ്ധിയുള്ള സാഹസികരായവർ, അങ്ങനെ ആ പട്ടിക നീളും. ആ യാത്രയിൽ സ്വന്തം സുഖത്തെയും സന്തോഷത്തെയും കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഭൂരിഭാഗം പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ള വിശ്വാസങ്ങൾ മാനസിക സംഘർഷങ്ങൾ തുറന്നു പറയുന്ന പുരുഷനെ ദുർബലനായി ചിത്രീകരിക്കുന്നവയാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വിദഗ്ധ സഹായം തേടുന്നതിൽ ഭൂരിഭാഗം പുരുഷന്മാരെയും വിലക്കുന്നു. ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ 73% പുരുഷന്മാരെന്നാണ് കണക്കുകൾ പറയുന്നത്. ദിവസവേതനക്കാരായ പുരുഷന്മാരിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതൽ. സാമ്പത്തിക പരാധീനതകളാണ് മിക്കവരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതെന്ന് വ്യക്തം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാതെ അനിയന്ത്രിതമായ ദേഷ്യം കൊണ്ടോ ലഹരി ഉപയോഗത്തിലൂടെയോ കൈകാര്യം ചെയ്യാനാണ് പുരുഷന്മാർ ശ്രമിക്കുന്നത്. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള സമ്മർദ്ദം പുരുഷന്മാർക്കുമേലുണ്ടാക്കുന്ന ആഘാതങ്ങൾ ചില്ലറയല്ല. ആരോടും ഒന്നും തുറന്നു പറയാതെ അകമേ വിങ്ങുന്ന പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും. തന്റെ പ്രശ്നങ്ങൾ അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയ പുരുഷന്മാരെ നമുക്കറിയാമായിരിക്കും. മാനസിക പ്രശ്നങ്ങളിൽ വിദഗ്ധോപദേശം തേടുന്ന പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെ അപേക്ഷിച്ച് തീരെ കുറവാണ്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതും ആവശ്യത്തിന് പരിഗണന അർഹിക്കുന്നതുമാണെന്ന് ഉയർത്തിക്കാട്ടലാണ് ആഗോള പുരുഷ ദിനത്തിന്റെ ലക്ഷ്യം. പുരുഷന്മാരുടെ ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകുന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. രണ്ട് വലിയ ഫ്ലെക്സ് ആയിട്ട് അടിച്ചിട്ട് MP രാജേഷിന്റെയും AK ബാലന്റെയും വീടിന്റെ മുമ്പിൽ വെക്കണം. സന്ദീപ് വാര്യരെ പറ്റി അങ്ങനെ നമ്പർ 1 ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡായി മാറും എന്ന് വരെ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞ ആളുകളെ, എന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ നിറം മാറുക എന്നൊക്കെ പറഞ്ഞ ഓന്തുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത ഓന്ത് എനിക്കെതിരെ കേസ് കൊടുക്കും. അതുപോലത്തെ നിലപാട് മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ട് അതുകൊണ്ടൊന്നും തീരാഞ്ഞിട്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു പരസ്യം കൂടെ കൊടുത്തിരിക്കുക. അപ്പോൾ അതിന് അനുമതി കൂടി ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ഞങ്ങളുടെ പരാതി ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പരാതി ഇന്ന് തന്നെ ഞങ്ങൾ ഫയൽ ചെയ്യും. ഒരു കാരണവശാലും പാലക്കാടിന് ഇത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ നിന്നെങ്കിലും പാഠം പഠിച്ചിട്ട് ഈ വിഭാഗീയ ശ്രമങ്ങൾ നടത്താതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം CPM നേതൃത്വത്തിലെ ചിലർക്കെങ്കിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. ഇത് അതിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് പ്രിന്റഡ് വേർഷൻ എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഈ സ്ക്രീൻഷോട്ടിൽ പലതും തന്നെ വ്യാജമാണ് എന്നുള്ളതിൻ്റെ വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതൊരു നാണം കെട്ട ശ്രമമായി പോയി, ഹീനമായൊരു ശ്രമമായി പോയി. BJPയെ സഹായിക്കാൻ CPM ചെയ്ത CPM കൊടുത്ത പരസ്യമാണിത്, വേറെ ഒന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള റോൾ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് മത്സരമെന്ന് എല്ലാം കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യതയുള്ളവരാണ് അവർ. ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോലും BJPക്ക് സപ്പോർട്ട് കൊടുക്കാൻ CPM ചെയ്ത ഒരു പരസ്യമാണിത്. വാങ്ങിച്ചില്ല എന്നുള്ളത് സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല. സമൂഹത്തിലേക്ക് എത്തേണ്ട കാര്യമാണ് പരസ്യത്തിലുള്ളത്. അത് എത്തിക്കഴിഞ്ഞു എന്നാണ് മന്ത്രി രാജീവ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ രാജീവ് ഒന്ന് എടുത്ത് കാണണം. AK ബാലൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞതും MP രാജേഷ് സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞതും ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണണം. BJPയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ എന്തിനാ CPM ഇങ്ങനെ കയ്യും കാലിട്ട് അടിക്കുന്നതെന്നുള്ള സന്ദീപ് വാര്യർ രാജീവ് വ്യക്തമാക്കണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച് പരാതിയില്ല പോലും. ഉള്ളടക്കം ആ 2 പത്രങ്ങൾക്ക് മാത്രം, അതും ബാക്കി പത്രങ്ങൾക്ക് വേറെയും കൊടുത്തത് എന്താ?
എന്നാൽ പിന്നെ ഒരേ ഉള്ളടക്കം എല്ലാ പത്രങ്ങൾക്കും കൊടുത്തൂടെ? എന്ന് വെച്ചാൽ അത് വായനക്കാരൻ്റെ ജാതി മതമാണോ പത്രത്തിന് പരസ്യം കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം? വ്യക്തമാക്കണം. എന്ത് മാനദണ്ഡത്തിലാണ് ഈ 2 പത്രങ്ങൾക്ക് മാത്രം അത് കൊടുത്തതെന്ന് വ്യക്തമാക്കണം. ഓരോ പത്രങ്ങൾക്കും ഓരോ വിഷയവും. ഞങ്ങൾക്ക് മനസ്സിലായില്ല. സമസ്ത ഇത് തള്ളി രംഗത്തേക്ക് വന്നില്ല. സമസ്ത അങ്ങനെ പരസ്യമായിട്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതുമായിട്ട് പിന്നെ അത്തരമൊരു സംഘടനയ്ക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പരസ്യത്തിലെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ട് അയാള് വർഗീയതയെ അല്ല, അവര് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു വന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഒരാൾ വർഗീയതയെ തള്ളിപ്പറഞ്ഞു BJPയും സംഘപരിവാറിനെയും വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിളിച്ച് അവിടെ ഉള്ള കാലത്തെ സംബന്ധിച്ചുള്ള തൻ്റെ ഖേദവും അതിൻ്റെ കുറ്റബോധവും ജാള്യതയും പരസ്യമായി പറഞ്ഞ് അത്തരം ആശയങ്ങളോടും പ്രസ്ഥാനങ്ങളോടുമുള്ള തൻ്റെ ഡിസ്റ്റൻസിങ്ങിനെ പരസ്യമായി ഡിക്ലെയർ ചെയ്ത് ആ വാദങ്ങളെയും ഉപയോഗിച്ച വാക്കുകളെയും വരെ ദൂരെ കളഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാവാൻ ഒരാൾ തീരുമാനിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേറ്റവും അസ്വസ്ഥത ഉണ്ടാവേണ്ടത് BJPക്കായിരുന്നു. പക്ഷെ ആ അസ്വസ്ഥതയുടെ കാര്യത്തിൽ BJPയെ മറികടക്കുന്ന അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് CPM ആണ്. അല്ല, അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതിൻ്റെ പിന്നെ ഇവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ പ്രതികരിച്ചെന്ന്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു സ്ക്രീൻഷോട്ട് വ്യാജമായിട്ട് ഉണ്ടാക്കി നിർമ്മിച്ച് അവരവരുടെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കി അത് എൻ്റെ തലയിൽ ചാരാൻ പിന്നെ ശ്രമിച്ചു. അതിലിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇന്ന് പത്രക്കാരെ കണ്ടപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വ്യാജമാണെന്ന് അത് ഫേസ്ബുക്കിൽ തെരഞ്ഞിട്ടും ഫാക്ട് ചെക്കിങ്ങിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ തന്നെ പുറത്തുവിടുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ വ്യാജ നിർമ്മിതികൾ വടകരയിലും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം, അവിടെ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ്ലി തങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടിയും ഇൻഡയറക്റ്റ്ലി രാഷ്ട്രീയമായി BJPക്ക് സഹായം കിട്ടാൻ വേണ്ടിയുമാണ് ചെയ്തത്. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും BJPക്ക് സഹായം കിട്ടാനാണ്. ഇലക്ഷനിലും നേരിട്ടൊരു ഒരു ഉപകാരം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള രാഷ്ട്രീയ പ്രചരണത്തിലും അവർക്ക് നേരിട്ടൊരു ഉപകാരമില്ല. നിങ്ങൾ ഈ വോയിസുകളൊന്ന് കേട്ടെ. നല്ല മനുഷ്യനാണ്. മാത്രമല്ല ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല. ഈവൺ RSS എന്നാണ് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ വന്നിട്ടില്ല ഞങ്ങളുടെ കൂടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സംസാരിക്കാനുള്ള. നിങ്ങളിത് നോട്ടെ, ദാർശനികമായി എടുത്തു നോക്കുകയാണ് AK ബാലൻ സന്ദീപ് വാര്യരെ പറഞ്ഞു. പുള്ളി പറഞ്ഞ വീഡിയോ ദാർശനികമായിട്ട് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും RSSുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല സന്ദീപ് വാര്യരുടേതെന്ന് AK ബാലനാ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കാവോ? പണ്ട് ജയരാജൻ്റെ കൈവെട്ടി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ബൾബ് തകർക്കുന്നത് നിർത്തി, ഇനി ഞങ്ങൾ ട്രാൻസ്ഫോമർ തന്നെ കത്തിക്കുന്ന പ്രസ്താവന കൊടുത്തവരെ നമോ വിചാർ വേദിയിൽ നിന്ന് നേരിട്ട് പാർട്ടിയിലേക്ക് ക്ഷണിച്ച ചരിത്രമുള്ള ആളുകൾ. യെസ്, അപ്പോൾ ഷാഫി പറമ്പിൽ വിമർശനം ഉയർത്തുകയാണ് CPMനെതിരെയും CPM നേതാക്കൾക്കെതിരെയും. ഈ പറയുന്നത് പോലെ ക്രിസ്റ്റീന, എനിക്ക് തോന്നുന്നു പാലക്കാട് എനിക്ക് തോന്നുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, ഒരു സാധാരണഗതിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ പോലും ഇല്ലാത്ത അത്രവിധം വിഷയങ്ങൾ പാലക്കാട്. അതെ, അതും വലിയ ഹൈ ലെവലുള്ള വിവാദങ്ങളാണ് എല്ലാം. ഈ പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം വിവാദം ഒടുങ്ങുമോ എന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. ഇന്ന് ഈ പത്രപരസ്യത്തിലെ നാളെ രാവിലെ എന്തായിരിക്കും ഞാനിപ്പോ ചിന്തിക്കുന്നത്. അതെ, നാളെയാണല്ലോ വോട്ടെടുപ്പ്. അപ്പൊ അതിൽ കൃത്യമായി ജനങ്ങളാണ് നാളെ സർപ്രൈസുമായി രംഗത്തെത്താൻ പോകുന്നത്. ആരാണ് ജയിക്കുക എന്ന് ജനം വിധി എഴുതും. അതിനി കേവലം മണിക്കൂറുകൾ മാത്രമാണ്. അപ്പോൾ കൂടുതൽ അത്തരം വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണാം വോട്ടോട്ടം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിവാദങ്ങളും ട്വിസ്റ്റുകളും സർപ്രൈസുകളും കൊണ്ട് അത്യന്തം നാടകീയമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ കൊടിയേറിയ വിവാദങ്ങൾ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പരമ്പര പോലെ അങ്ങ് തുടരുകയാണ്. അതെ, സന്ദീപ് വാര്യർ വിഷയത്തിൽ LDF പരസ്യമാണ് വോട്ടെടുപ്പിന്റെ തലേ ദിവസത്തെയും വിവാദം. അതിന്റെ വിശദമായ റിപ്പോർട്ട് കാണാം ഇനി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി കാണില്ല. അത്ര കണ്ട് സംഭവബഹുലവും നാടകീയവുമായിരുന്നു 27 ദിവസം നീണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ KPCC ഡിജിറ്റൽ വിഭാഗം തലവൻ ഡോക്ടർ പി സരിൻ പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് പ്രചാരണം ചൂടുപിടിക്കുന്നത്. VD സതീശനും ഷാഫി പറമ്പിൽ എംപിക്കുമെതിരെ വിമർശനം ഉന്നയിച്ച ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥിയായി വന്നത് വമ്പൻ ട്വിസ്റ്റായി. സരിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാനിബും കോൺഗ്രസ് പാളയം വിട്ട് പുറത്തുവന്നതും പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ A തങ്കപ്പനും പാലക്കാട് സീറ്റിൽ കണ്ണുവച്ചിരുന്നു. സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ K മുരളീധരനെ പാലക്കാട്ടേക്ക് ആനയിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും കൂട്ടരും ശ്രമിച്ചു. K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള DCCയുടെ കത്ത് പുറത്തായത് വൻ വിവാദമായി. ഇതോടെ വിജയ സാധ്യതയുള്ള മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നില ഭദ്രമല്ലെന്ന പ്രതീതി ജനിച്ചു. പാലക്കാട് സീറ്റിനു വേണ്ടി ശോഭാ സുരേന്ദ്രനും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പിടിവലി നടത്തിയത് BJPയിലും വിവാദമായി. തർക്കം മുറുകിയതോടെ K സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും അനുകൂലിച്ച് നേതാക്കൾ രംഗത്ത് വന്നതും വിവാദത്തിന് ആക്കം കൂട്ടി. ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ വിമർശനമുന്നയിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് CPIMനെയും വിവാദത്തിൽ ചാടിച്ചു. വേഗത്തിൽ അനുനയിപ്പിച്ച് ഷുക്കൂറിനെ തിരിച്ചെത്തിച്ചെങ്കിലും ഇതിന് തൊട്ടുപിന്നാലെ N കൃഷ്ണദാസ് മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം CPIMനെ പ്രതിരോധത്തിലാക്കി. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ കൃഷ്ണദാസിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അദ്ദേഹം നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. ഇതും CPIMന് തലവേദനയായി. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ അപമാനിക്കപ്പെട്ടുവെന്നാരോപിച്ച് സന്ദീപ് വാര്യർ BJPയിൽ കലാപക്കൊടി ഉയർത്തിയതും ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വൻ വിവാദമായി. പാർട്ടിയോട് കലഹിച്ച സന്ദീപ് വാര്യർ പല സാധ്യതകൾ ആരാഞ്ഞ ശേഷം ഒടുവിൽ കോൺഗ്രസിലെത്തിയതും വലിയ ട്വിസ്റ്റായി മാറി. വിവാഹ ചടങ്ങിൽ വെച്ച് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് ഹസ്തദാനം നൽകാൻ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മടിച്ചതും ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായി മാറിയിരുന്നു. ഇതിനെയെല്ലാം കടത്തിവെട്ടുന്ന നാടകീയ സംഭവമായിരുന്നു പാതിരാത്രിയിലെ കള്ളപ്പണ പരിശോധന. പട്ടണത്തിലെ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം വീതം വെക്കുന്നുവെന്ന CPIMന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറി പരിശോധിച്ചതും അതിനെ തടയാൻ ശ്രമിച്ചതുമെല്ലാം സംഘർഷത്തിന് വഴിവെച്ചു. ഹോട്ടലിലേക്ക് പണം കൊണ്ടുവന്നുവെന്ന് സംശയിക്കുന്ന നീല ട്രോളി ബാഗായിരുന്നു കള്ളപ്പണ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി CPIM പുറത്തുവിട്ടതോടെ വിവാദം ആളിക്കത്തി. നീലപ്പെട്ടി വിവാദം ചർച്ചയാക്കുന്നതിനെതിരെ N കൃഷ്ണദാസ് രംഗത്ത് വന്നത് CPIMനെ ഉലച്ചു. കള്ളപ്പണ വിവാദത്തിന് പിന്നാലെയാണ് ഇരട്ട വോട്ട് വിവാദം പ്രചരണരംഗം കൈയടക്കുന്നത്. 2700 ഇരട്ട വോട്ടുകളുണ്ടെന്ന CPIM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിന് പിന്നാലെ BJPയും ആക്ഷേപങ്ങളുമായി കളത്തിലിറങ്ങി. ഇടത് സ്ഥാനാർത്ഥി പാലക്കാട് വോട്ട് ചേർത്ത് ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വന്നു. വോട്ടെടുപ്പ് ദിവസം വരെ നീളുന്ന വിവാദമായി ഇത് മാറിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ LDFന്റെ പത്രപരസ്യമാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്ന പുതിയ വിവാദം. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഒഴുകിയ പാലക്കാട്ടെ പ്രചരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറുമെന്ന് തീർച്ചയാണ്. 24 പാലക്കാട്. അപ്പോൾ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ നാട്ടുകാരെന്തായാലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നൊരു 90% ആൾക്കാരും ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ ഇതിനോടകം? 90 ഉണ്ടാവും. എന്തായാലും ഒരു പാർട്ടിസാൻ അല്ലാത്ത എനിക്ക് തോന്നുന്നു ഈ ബൂത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അതുവരെ ഒരാൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അകത്ത് കയറുമ്പോൾ മാറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒരു പെർസെന്റേജ് എനിക്ക് തോന്നുന്നു 10% കൂടുതൽ കാണും എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മണിക്കൂറിൽ അവരുടെയാണ് ഇനി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അവർ തീരുമാനിക്കുന്ന സമയമാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതങ്ങനെ പോട്ടെ. കൂടുതൽ ഡെവലപ്മെന്റ്സ് ആ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ അതുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും, പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എങ്ങോട്ടാ പറഞ്ഞു? അടുത്ത റിപ്പോർട്ടിലേക്കാണ്. അതെ, അപ്പോൾ ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20യുടെ വിക്ഷേപണം വിജയകരമായി എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. കുറേ നാളുകളായി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ISRO ആശ്രയിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ സ്വന്തം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായകമാകും. Three, 2, 1, ignition, and liftoff. Go Falcon, go GSAT-20. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലെ സ്പേസ് കോംപ്ലക്സ് 40ൽ നിന്ന് പുലർച്ചെ 12:01 GSAT-20യുടെ വിക്ഷേപണം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. 4700 കിലോഗ്രാമാണ് GSAT-20യുടെ ഭാരം. ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3യുടെ പരമാവധി വാഹകശേഷിയേക്കാൾ കൂടുതലാണിത്. അതിനാലാണ് വിക്ഷേപണത്തിന് സ്പേസ് എക്സിന്റെ സഹായം തേടിയത്. 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകാൻ GSAT-20 സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി എത്തും. 8 നാരോ സ്പേസ് ബീമുകളും 24 വൈഡ് സ്പേസ് ബീമുകളും ഉൾപ്പെടെ 32 യൂസർ ബീമുകളാണ് ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ISRO അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി സ്പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. 24 ചെന്നൈ. ഇപ്പൊ നമ്മൾ കണ്ടതൊരു
ഹാപ്പി ന്യൂസ് ആണ്. അപ്പൊ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? പക്ഷെ ഇന്നിപ്പോ കഴിഞ്ഞ ഒരു 15 മിനിറ്റ് മുമ്പ് എന്നെ ഹാപ്പിയാക്കി ഏറ്റവും വലിയ സന്തോഷം തന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഗംഭീരമായ, അതായത് ഇത്രയും സംഗതികളും സംഭവങ്ങളും ഒക്കെ ഉള്ള ഒരു പാട്ട്, അതും ലൈവായിട്ട് പ്രജിൻ ഇത്രയും ഭംഗിയായി പാടി. ഒരുപാട് പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു ഒരു കമന്റ് സെക്ഷൻ തന്നെ അതിന് വേണ്ടിയിട്ട് തുടങ്ങണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് അത്രയും മനസ്സ് നിറഞ്ഞ വന്നത്. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു. എന്തായാലും അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന പോലെ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്. അത് പ്രേക്ഷകർ മനസ്സിലായിട്ടുണ്ടാവും. അത് ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി. എന്നാൽ ഇത് ചോദിക്കേണ്ട കാര്യമില്ല, അത്രയും ഭംഗിയായിട്ട് ആ പാട്ട് ലൈവായി പാടണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചതാണ്. എന്റെ ഐശ്വര്യവും കൊണ്ടുകൂടെ അങ്ങനെയും പറയാം. അപ്പൊ പ്രവിധ അത് കേൾക്കുന്നുണ്ടാവും. പ്രവിധ ഇന്ന് വന്നിട്ടില്ല. അപ്പോ പ്രവിധ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാ പ്രേക്ഷകരോടും അന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ അതിശക്തമായി തിരിച്ചു വരും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ വൈകിട്ട് പ്രവിധ എത്തും. ഓക്കെ, നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പാട്ട് മാത്രമല്ലാതെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ പാലക്കാടത്തെ വിഷയം തന്നെ പ്രേക്ഷകർ ഇങ്ങനെ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേർ അത്തരം വിഷയങ്ങളിലേക്ക് പോയിട്ടുമുണ്ട് അല്ലേ? സരിൻ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്, BJP ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ എല്ലാവിധം ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് അടിയൊഴുക്കുകളുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്രവചനം അത്ര സാധ്യമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട്ടേതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആരിഫ് AP കളത്തൂർ മറ്റൊരു കാര്യം പറയുന്നു. നവംബർ 19 പൗരാവകാശ ദിനം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നു. പൗരന്മാർക്ക് ലഭിക്കേണ്ട പലതും ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ലഭിച്ചാൽ തന്നെ സ്വന്തം രാജ്യത്തെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്നു. അതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രശ്നമായി ആരിഫ് AP മുന്നോട്ട് വെക്കുന്നത്. റീന സതീശൻ പറഞ്ഞത് കണ്ടോ? പ്രജിൻ ക്രിസ്റ്റിന, ഗുഡ് ഈവനിങ്, ഹാപ്പി മെൻസ് ഡേ ടു പ്രജിൻ. പലപ്പോഴും കരയുന്ന പുരുഷനെ കളിയാക്കുന്ന സമൂഹമാണ് നമ്മുടേത്. പുരുഷനും വികാര വിക്ഷോഭങ്ങൾ ഉണ്ടെന്ന കാര്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നു. ശരിയാണത്. അതുതന്നെയാണ് ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിരിക്കുന്നത്. ഇത്തരം മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയാനും അത് പ്രകടിപ്പിക്കാനും പുരുഷനും സാധിക്കണം. ആ രീതിയിൽ തന്നെ നമ്മൾ ആൺകുഞ്ഞുങ്ങളെ വളർത്തണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പല കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ലഹരിക്ക് അടിമയാകുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ആത്മഹത്യ പോലെയുള്ള ആ ഒരു ഏറ്റവും മോശമായ കാര്യങ്ങളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം സ്ത്രീക്കും പുരുഷനും ഒരു മനുഷ്യന് പ്രധാനമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ ഇനിയും കുറിക്കുക, നമ്മൾ അതിലേക്കൊക്കെ വരും. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് ഈവനിങ് ഷോ തുടരുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. വ്യത്യസ്തമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സെഗ്മെന്റിലേക്കാണ്. അപ്പൊ അതിന് പറ്റിയ പേര് തന്നെയാണ് വിസ്മയത്തുമ്പത്ത്. അപ്പോൾ വിനോദത്തിനൊപ്പം ലേശം സാഹസികത കൂടി ഇഷ്ടപ്പെടുന്നവർ സന്ദർശിക്കുന്നവയാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കുകൾ. ക്രിസ്ത്യന പോയിട്ടുണ്ടല്ലോ അല്ലേ? പോയിട്ടുണ്ട്. എവിടെയൊക്കെ? വീഗാലാൻഡ്. എനിക്കൊന്ന് മലയാളികൾ എല്ലാവരും ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടാവുന്ന സ്ഥലമാണോ അല്ലെ വീഗാലാൻഡ് അല്ലേ? അപ്പൊ ഉയരത്തിലുള്ള റൈഡുകൾ കയറുന്നവർ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ജാൻവീലിൽ കയറിയിട്ടുണ്ട് എന്തെങ്കിലും? സത്യം പറയണം, ഇങ്ങനെ തിരിച്ചു വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെ മുകളിൽ വന്നിട്ട് തിരിച്ചു വെക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിലേക്ക് കയറിയിട്ടുണ്ട്. കാണുന്ന പോലെ നല്ല ധൈര്യം. വീഗാലാൻഡിലുണ്ടല്ലോ വലിയൊരു ജയന്റ് വീൽ, അതിൽ കയറിയിട്ടില്ല. പക്ഷെ അതിലും പേടിക്കുന്ന ഇതാണ്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയോ? ഇതിങ്ങനെ തിരിഞ്ഞിങ്ങനെ മുകളിൽ പോവല്ലോ, അവിടെ ഇങ്ങനെ നിൽക്കും ഏറ്റവും ടോപ്പിൽ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാം കാണാം. പക്ഷെ താഴേക്ക് വന്നില്ലെങ്കിലോ? വിധിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത്തരം റൈഡിൽ കയറി ആകാശത്ത് വെച്ച് അതങ്ങ് നിന്ന് പോയാലോ എന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ചെറിയൊരു ഉത്ഭയം ഉണ്ടാവും അല്ലേ? പിന്നെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോ തന്നെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ നിന്നു 1-2 മിനിറ്റ് അല്ല കേട്ടോ, മണിക്കൂർ കണക്കിന്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ഇങ്ങനെ ഒരു സംഭവം എപ്പോഴാണ് നടന്നത്? ഇന്നലെ അല്ലേ? കാണാം. ഒന്നറിയണ്ടേ? ഇതാ കണ്ടു നോക്കൂ. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിലെ നോട്ട്സ്ബെറി ഫാമിലാണ് സംഗതി അരങ്ങേറിയത്. 6 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് സോൾ സ്പിൻ എന്നറിയപ്പെടുന്ന റൈഡിന്. 6 നീളൻ കൈകളും. നെതർലൻഡ്സ് ആസ്ഥാനമായ കമ്പനി നിർമ്മിച്ച റൈഡ് ഉദ്ഘാടനം ചെയ്തത് 2017. അമ്യൂസ്മെന്റ് പാർക്കിലെ ഏറ്റവും ആവേശകരമായ റൈഡാണിതെന്നാണ് പരസ്യം ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് 22 പേരുള്ള സംഘം റൈഡിൽ കയറിയത്. അധികം വൈകാതെ ആവേശം ആശങ്കയ്ക്ക് വഴിമാറി. സാങ്കേതിക തടസ്സം കാരണം പാതി വഴിയിൽ വെച്ച് റൈഡ് നിന്നതായിരുന്നു കാരണം. പിന്നീട് ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ.
താഴേക്ക് നിന്നിരുന്ന റൈഡിന്റെ കൈകളിലുണ്ടായിരുന്നവർ നിലത്തേക്ക് പതിക്കുമോ എന്ന ഭയം രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി. 2.5 മണിക്കൂറിന് ശേഷം മുഴുവൻ പേരെയും രക്ഷിച്ചു. അസ്വസ്ഥതകളെ തുടർന്ന് 2 വനിതകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർച്ചയായ തടസ്സങ്ങൾ കണ്ടെത്തിയതിനാൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് സോൾ സ്പിൻ നിർമ്മിച്ചതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. എന്തായാലും ആവേശം അന്വേഷിച്ചു വരുന്നവരുടെ ഹൃദയസ്പന്ദനം ഉച്ചസ്ഥായിയിലാക്കാൻ ഈ പുതിയ റൈഡിന് കഴിഞ്ഞിരിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും രക്ഷപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം ക്രിസ്റ്റീന അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യായിരുന്നു? ഞാനങ്ങ് പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിക്കും. ഞാനൊരു ദൈവവിശ്വാസിയാണ്, പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? എന്ത് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുകയാണെങ്കിൽ പോലും സമാധാനമായിട്ടൊക്കെ മരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഇത് ഈ പറയുന്നത് പോലെ എല്ലാ അമ്യൂസ്മെന്റ് പാർക്കുകളിലുമല്ല, അങ്ങനെ വല്ലപ്പോഴും എവിടെയെങ്കിലൊക്കെ സംഭവിക്കുന്ന ഒരു കേസാണ് ഇത്തരം കാര്യങ്ങളും. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെയാണ്. പക്ഷേ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഈ പറയുന്നത് പോലെ കൃത്യമായി ഒരു പരുക്കളും കൂടാതെ താഴേക്ക് ഇറക്കാനുള്ള സംവിധാനങ്ങളും എല്ലാ പാർക്കുകളിലും ഉണ്ട് അല്ലേ? പക്ഷെ എന്നാലും അത്രയും സമയം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ഒരു വിപതി ധൈര്യം ഒക്കെ കൂടിയിട്ടുണ്ടാവും അല്ലെ? നല്ല ധൈര്യം. അതെ, വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ധൈര്യം. ഓക്കെ, പുതിയ വാക്കുകളൊക്കെ വരുന്നുണ്ട് ക്രിസ്റ്റീന. പുതിയ വാക്കുകൾ അല്ലെങ്കിൽ കൂടി വാക്കുകൾ പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്തകൾ. ഇനി ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്കാണ് അല്ലേ? അതെ, കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കുന്നു. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. കുറുവ സംഘാംഗം സന്തോഷ് ശെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരെ ഒഴിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ശ്രീകാന്ത് തത്സമയ വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, ഈ കുട്ടവഞ്ചിക്കാരെ ഇപ്പോൾ ഒഴിപ്പിക്കേണ്ട സാഹചര്യം, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറുവ സംഘാംഗത്തെ പിടികൂടിയത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്ര ആൾക്കാരുണ്ട് അവിടെ? എന്താണ് അവരുടെ പ്രതികരണം? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുണ്ടന്നൂർ പാലത്തിന് കീഴെയാണ്. അതേ ഈ ദൃശ്യങ്ങളിൽ കാണാം പ്രജിൻ, അവർ താമസിച്ചിരുന്ന ആ ഭാഗങ്ങളാണ് ഇത്. അത് താൽക്കാലികമായി താമസിച്ചിരുന്ന സ്ഥലമാണ്. ചെറിയ ഷെഡ് പോലെ കെട്ടിയുണ്ടാക്കി ഇവിടെ താമസിച്ചിരുന്നതാണ്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വൃദ്ധരും അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവം എന്നയാളെ പിടിച്ചതിനെ തുടർന്നാണ് ഇവിടെ നിന്നും ഈ ആളുകളെ ഒഴിപ്പിക്കാൻ ഇപ്പോൾ മരട് നഗരസഭ തീരുമാനിച്ചത്. പക്ഷേ നഗരസഭ അങ്ങനെ പറഞ്ഞങ്ങ് വിടുകയല്ല. അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ആ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് 2-3 ദിവസത്തേക്ക് മാറി താമസിക്കാം. അതിനുള്ളിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തണം എന്നുള്ളതാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കർണാടകത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ ഈ കായലിൽ മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കി, ഇതിൽ ഒരാൾക്ക് അല്പം മലയാളം അറിയാം. നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ ഒരു 3 കൊല്ലം 3.5 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അന്ന് മുതൽ? തന്നെ ഇവിടെ. എന്താ ഇവിടെ തൊഴിൽ എന്താ ചെയ്യുന്നത്? നമ്മള് മീൻ പിടിക്കുന്നു, ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. മീൻ പിടിച്ചിട്ട് ജീവിക്കുന്നു. വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള സൗകര്യം ഇല്ല, തൽക്കാലം പട്ടണേ ഇല്ല. പട്ടണ കിട്ടിയ റൂം അന്വേഷിക്കണ അല്ല, പട്ടണ ഇല്ല. ഇവിടെ ഒന്നും ഒരാളെ പിടിച്ച കാര്യമൊക്കെ അറിഞ്ഞിരുന്നില്ലേ? അത് നമുക്ക് അറിഞ്ഞില്ല. അവർ ഇങ്ങനത്തെ ആളെന്ന് അറിയില്ല. നമ്മളാളല്ല, അത് വേറെ ടീമാ. അത് വേറെ ടീം. പ്രജിൻ, ഇത് ഇവരേതാണ്ട് ഒരു 3 കൊല്ലത്തോളമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ഈ കുറുവ സംഘാംഗത്തെ പിടിച്ചു. അതേ തുടർന്നാണ് ഈ പ്രശ്നം, ഈ പ്രതിസന്ധി ഉണ്ടായത്. ഇപ്പോൾ നഗരസഭ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒഴിപ്പിക്കൽ നടന്നത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇവരെ നമ്മൾ ഇന്ന് തന്നെ ഒഴിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷെ പ്രായമായ ആളുകളും ഈ പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ തൊട്ടടുത്ത ദിവസം, അവർ 3 ദിവസമാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ 2 ദിവസം, മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് അവർ ഇവിടുന്ന് ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവരോട് ഒഴിപ്പിക്കുകയാണെങ്കിൽ നഗരസഭയുടെ തന്നെ ഹാളിൽ ഇവരെ കൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പാർപ്പിക്കാനാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ ഇവർ പറഞ്ഞതുകൊണ്ട്, അവർ തന്നെ ഇതെല്ലാം മാറ്റി ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം കൊടുത്തിട്ടുള്ളത്. മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക്, അതിനു മുമ്പ് അവർ ഒഴിഞ്ഞോളാം എന്ന് നമുക്കിപ്പോൾ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ പറയുന്ന മറ്റന്നാൾ വൈകിട്ട് വന്നത് പൂർണ്ണമായി നഗരസഭ തന്നെ നേതൃത്വത്തിൽ ഇതെല്ലാം നീക്കം ചെയ്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇതുപോലുള്ള ആളുകൾ താമസിക്കാതിരിക്കുന്നതിന് വേണ്ടി നഗരസഭയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മരട് പോലീസിന്റെയും സഹായത്തോടുകൂടി ഞങ്ങൾ ഇത് ചെയ്യും. അതാണ് ഇപ്പോ പ്രജനി ഇപ്പോൾ കേട്ടത് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിലിന്റെ വാക്കുകളാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 ദിവസം കൂടി അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 2 ദിവസം കൂടി സമയം കൊടുക്കും. ഇനി അഥവാ അവർക്ക് മാറി താമസിക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ അതിനും നഗരസഭ സൗകര്യം ഒരുക്കും. അതായത് നഗരസഭ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഗരസഭയുടെ ഹാളിലേക്ക് ഇവരെ മാറ്റും.
പിന്നീട് ഇവർ മറ്റൊരു സ്ഥലം കണ്ടെത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യത്വപരമായ സമീപനം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവർ 2-3 കൊല്ലത്തിലധികമായി ഇവിടെ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. തികച്ചും അനാരോഗ്യകരമായ ചുറ്റുപാട് തന്നെയാണ്. ഏത് സമയത്തും സാമൂഹ്യ വിരുദ്ധ ശല്യമുണ്ടാകുന്ന മേഖല കൂടിയാണ് ഇവിടം. ഇവിടെ അവർ ഈ മത്സ്യബന്ധനമടക്കമുള്ള ഉപജീവനം നടത്തിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അത് എന്തുകൊണ്ടാണ് അത് ഒഴിപ്പിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നഗരസഭാ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, എന്തായാലും തികച്ചും അനാരോഗ്യകരമായ സാഹചര്യത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. 2 ദിവസം കൂടി സമയം കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും അവർക്കും ഒരു നല്ല പാർപ്പിട സൗകര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. രസകരമായ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഈ ആനവണ്ടി നമ്മുടെ KSRTC അല്ലെ, അതിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് KSRTC യാത്ര എന്ന് പറഞ്ഞേ? എനിക്ക് തോന്നുന്നു മുമ്പ് കുറേ നാളായിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്കത് പറ്റാറില്ല. എങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു സുഖമാണ് അല്ലേ? നമ്മൾ എത്രയോ തവണ അത്തരം വീഡിയോകൾ കണ്ടിട്ട് നമ്മളിങ്ങനെ രസകരമായിട്ടുണ്ട്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആനവണ്ടി പ്രേമിക്കാറുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ആനവണ്ടിയോട് ചെറുപ്പം മുതൽ അടുപ്പമുള്ള ഒരാളെ കുറിച്ചാണ്. ജീവിതത്തിലെ ഒരു സുപ്രധാന ദിവസത്തിലും ആ ഇഷ്ടം അദ്ദേഹം കൈവിട്ടില്ല. തിരുവനന്തപുരം കാട്ടാക്കട ചീനിവിള സ്വദേശി അമലിന്റെ വിവാഹത്തിന് പ്രിയപ്പെട്ട ആനവണ്ടി എത്തിയതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ആ കഥയിലേക്കാണ് ഇനി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അമലിന്റെയും അഭിജിതയുടെയും വിവാഹം. ചെങ്കൽ ക്ഷേത്ര സന്നിധിയിൽ താലി ചാർത്തിയ ശേഷം ഇരുവരും മടങ്ങിയതാകട്ടെ വാടകയ്ക്കെടുത്ത ഒരു KSRTC ബസ്സിൽ. ഈ പഴഞ്ചൻ ബസ്സിൽ എന്താ കാര്യമെന്നല്ലേ? നമ്മളെ ചീനിവിള റൂട്ടിലോടുന്ന ഗ്രാമപ്രദേശമാണ്. കാട്ടാക്കട ഡിപ്പോ എന്നുള്ളൊരു ബസ്സാണ്. കുറേ ട്രിപ്പുകളൊക്കെ അത് ക്യാൻസലേഷനിലായിരുന്നു. പിന്നെ ബസ് RT 361 എന്ന് പറയുന്ന ഒരു ബസ്സായിരുന്നു. അത് കാലപ്പഴക്കം കാരണം ദിനം പ്രതി വഴിയിലാവുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമായി. കൃത്യസമയത്ത് എത്താൻ പറ്റാതിരിക്കുക. ഞാൻ അന്നോട്ടേ ബസ്സിലാണ് പോകുന്നത്, ഈ ബസ്സിൽ, ഈ RT 361 എന്ന് പറഞ്ഞ ബസ്സിൽ. ആ സമയത്തിരുന്ന സർക്കാർ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും ചീഫ് ഓഫീസിലും MLAക്കും എല്ലാം ഇതുപോലെ നിവേദനം കൊടുക്കുകയും നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചീനിവിള റൂട്ടിലേക്കായിട്ട് ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന്, അന്ന് ഫാസ്റ്റ് വണ്ടിയായിരുന്നു അത്, ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ഫാസ്റ്റിൽ നിന്ന് ഓർഡിനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാട്ടാക്കട ഡിപ്പോയിലോട്ട് അലോട്ട് ചെയ്തു ചീനിവിള റൂട്ടിലേക്കൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ വണ്ടി പ്രിയപ്പെട്ടതാണ്, RNE 522. അങ്ങനെ ഈ വണ്ടി അതിനുശേഷം നമ്മുടെ റൂട്ടിൽ നിന്ന് ഇപ്പോൾ ഓരോ ഷെഡ്യൂൾ മോഡിഫിക്കേഷൻ വരുമ്പോൾ പോലും വണ്ടി നമ്മുടെ റൂട്ടിൽ നിന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്നറിയോ അപ്പം തന്നെ കൊണ്ടുപോയി റിക്വസ്റ്റ് കൊടുക്കുകയാണ്. റിക്വസ്റ്റ് കൊടുത്ത് വീണ്ടും തിരിച്ച് നമ്മളെ റൂട്ടിലോട്ട് കൊണ്ടുവരും. നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമൽ ഇതേ ബസ്സിലെ സ്ഥിരം യാത്രക്കാരനാണ്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന സഹധർമ്മിണിയെ പരിചയപ്പെട്ടതും ഇതേ ബസ്സിൽ വെച്ച്. എൻ്റെ പ്രിയപ്പെട്ട ബസ്സായിരുന്നു ഈ RNE 522. അതിൽ വെച്ച് തന്നെയാണ് എൻ്റെ കല്യാണം കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട ജീവിതസഖി അഭിജിത SS-നെ കണ്ടുമുട്ടിയതും പരിചയപ്പെടുന്ന വിവാഹത്തിലോട്ട് എത്തിയത്. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഈ ബസ്സിൽ നിന്ന് അഭിജിതയെ കണ്ടുമുട്ടിയിട്ട് സുഹൃത്തുക്കളായി. അല്ല, എനിക്ക് നേരത്തെ അറിയുന്നതാണ് ബസ്സിനോട് ഉള്ള താല്പര്യം. അതുകൊണ്ട് എനിക്കതിൽ പ്രത്യേകിച്ച് അതിശയൊന്നും തോന്നിയില്ല. അതൊരു വെറൈറ്റിയാണ്. എല്ലാവരും കോമൺ ആയിട്ട് അല്ലാണ്ട് AC ബസ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രാവൽസൊക്കെ വിളിക്കുന്ന സമയത്ത് KSRTC എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ആണല്ലോ. ഞങ്ങൾ ശരിക്കും ഒരേ കോളേജിൽ പഠിച്ച ആൾക്കാരാണ്, ഒരേ സ്കൂളിലും പഠിച്ച ആൾക്കാരാണ്, പക്ഷെ പരസ്പരം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജ്. അപ്പോൾ അങ്ങനെയാണ്, ഇൻസ്റ്റ ഫ്രണ്ടായിരുന്നു, അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചത് അവിടെയാണോ പഠിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ മിണ്ടുന്നത്. ഇത് പിന്നെ വല്ലപ്പോഴും ഇതുപോലെ ബസ്സിൽ വന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ, കാരണം ഒരേ റൂട്ടാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തൊക്കെ സംസാരിക്കുന്ന ചെറിയ സംസാരങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ്. യാത്രയിലൂടെ തങ്ങളെ ഒന്നിപ്പിച്ച ബസ് തന്നെ കതിർ മണ്ഡപത്തിലേക്കുള്ള യാത്രയ്ക്കും വേണമെന്ന് തോന്നിയത് അങ്ങനെയാണ്. അത്രയും സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നിൽ, എല്ലാം ഒരേ കുടക്കീഴിൽ ഒന്നെന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതസഖി കിട്ടിയത് RNE, എൻ്റെ പ്രിയപ്പെട്ട ബസ്സായ RNE 522. കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം ഇപ്പം ഈ വണ്ടി കല്യാണത്തിന് വിളിക്കണമെന്നുള്ള ഇതുകൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാട്ടാക്കട ATOയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും നമ്മുടെ പണ്ടത്തെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു RT 361, അശോക് SS എന്നാണ് പേര്. ആ പുള്ളിയെ തന്നെ ഈ വണ്ടിക്കായിട്ട് നിയോഗിക്കണമെന്ന് റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ATO ഇന്ന ആളെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു.
ആനവണ്ടിയോടുള്ള അമലിന്റെ അടുപ്പമറിയാവുന്ന നാട്ടുകാർ ഏതെങ്കിലും ബസ്സിന്റെ സമയം അറിയാൻ ആദ്യം വിളിക്കുന്നതും അമലിനെ. ആനവണ്ടിയും അമലിന്റെ പ്രണയവും നോൺ സ്റ്റോപ്പായി ഓടട്ടെ. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. അപ്പോൾ അമൽ എത്രമാത്രം ആനവണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ആ ഒരു ഇഷ്ടം അതങ്ങനെ നോൺ സ്റ്റോപ്പായി മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം. കൂടുതൽ വാർത്തകളുണ്ട്, ചില വിശേഷങ്ങൾ പറയാനുമുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇനി വായിക്കാനുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇടവേള കഴിഞ്ഞ് വരാം. കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ വീണ്ടും കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രധാനപ്പെട്ട വിഷയം പാലക്കാട് തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നു. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തും CPM സപ്പോർട്ട് ചെയ്തും BJP സപ്പോർട്ട് ചെയ്തും ഒക്കെ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കമൻറ്റുകൾ മാത്രമാണ്, അത് അവരുടേതായ അഭിപ്രായങ്ങളായതുകൊണ്ടാണ് അത് വായിക്കാത്തത്. ആരിഫ് MP പറയുന്നു, വയനാട്ടിൽ ഹർത്താൽ എങ്ങനെയാണ്, അതിന്റെ വിവരം നൽകാമോ എന്ന് പറയുന്നു. ഹർത്താൽ പൂർണ്ണമാണ് എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വന്ന റിപ്പോർട്ടുകൾ. കുഴപ്പങ്ങളൊന്നും പ്രത്യേകിച്ച് ഇവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. കുഴപ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കട്ടെ. അതെ, പക്ഷേ കുഴപ്പങ്ങളൊക്കെ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പോൾ കേരളത്തിന് പുറത്താണ്. അവിടെ നമ്മുടെ 24ന്റെ സംഘം എത്തിയിട്ടുണ്ട്. പറഞ്ഞത് കേരളത്തിനകത്തായിരുന്നു. ഒന്നുമില്ല. മണിപ്പൂരിൽ സംഘർഷത്തിനായവില്ല. ഓരോ മണിക്കൂർ കഴിയുന്തോറും ജനങ്ങൾ വലിയ ആശങ്കയിൽ ആണ്. ഹോട്ടലുകളും മറ്റ് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളും പൂർണ്ണമായി അടച്ചത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ അക്രമങ്ങൾക്ക് ഇരയാകുന്ന സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കേന്ദ്ര സുരക്ഷാ സേന മണിപ്പൂരിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് മണിപ്പൂർ ജനതയുടെ ആവശ്യം. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. മണിപ്പൂരിലെ ജനജീവിതം ഓരോ മണിക്കൂർ കഴിയും തോറും അവർക്ക് വലിയ ആശങ്ക തന്നെയാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ കടകളൊക്കെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഹോട്ടലുകളില്ല, ഈ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളില്ല. അങ്ങനെ വലിയ ആശങ്കയിലൂടെയാണ് ഓരോ നിമിഷവും മണിപ്പൂരിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വൈകിട്ടോടുകൂടി ഈ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇങ്ങനെയുള്ള കടല, ഒപ്പം തന്നെ നമ്മുടെ അങ്ങനെയുള്ള ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇവരുടെ ചെറിയ മധുരമൊക്കെയാണ് ഇതൊക്കെ വിൽക്കുന്ന ചെറിയ കടകളെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ നിരത്തുകളിൽ വിൽക്കുന്ന സ്ത്രീകളാണ്. അവർ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ജീവന മാർഗം കൂടിയാണിത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കർഫ്യൂ ഉണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ആശങ്കയിലൂടെ തന്നെയാണ് ഓരോ മണിക്കൂറും ഇവർ കടന്നു പോകുന്നത്. दुकान खोला है, कभी कभी खोला है, दूसरा बंद करता है, थोड़ा खोला है. हाँ, काफी तो है. हाँ, क्या बोलेगा, ब्रिगी करने पर देखने ब्रिगी करने से अच्छा है. पैसा भी नहीं है. हाँ, वो पूरा ATM का क्लोज है. क्लोज है पूरा. थोड़ा खोला है. बहुत कंफ्यूजन. हाँ, दिक्कत है. हाँ, ये माँ तो ये थोड़ा पैसे आएगा. മണിപ്പൂരിലെ സ്ത്രീകളാണ് ഇവർ ചെറിയ കച്ചവടത്തിനൊക്കെയായി നിരത്തുകളിലേക്ക് എത്തിയിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. കയ്യിൽ നേരത്തെ നമ്മളോട് സംസാരിച്ച അവർ പറഞ്ഞത് അവരുടെ കയ്യിൽ പണമില്ല. മറുവശത്ത് ഈ സംഘർഷവും ആക്രമണങ്ങളും ഒക്കെ ഇങ്ങനെ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിന് ഇരയാകുന്നൊരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറുവശത്ത് ഇങ്ങനെ കേന്ദ്രസേനയടക്കം എത്തി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ കൂടുതൽ ശക്തമാക്കുമ്പോഴും ഒരു വശത്ത് മണിപ്പൂർ ജനതയുടെ ജീവിതം അതിങ്ങനെ വളരെ ദുസ്സഹമായൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. എന്തൊക്കെ ജീവിതങ്ങളാണല്ലോ, എത്ര കാലങ്ങളായി ഈ ഒരു അവസ്ഥ മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. എപ്പോഴാണൊരു സമ്പൂർണ്ണമായൊരു പ്രശ്നപരിഹാരം ഉണ്ടാവുക എന്ന് ചോദിച്ചു പോകുന്നു അറിയാതെ. അതെ, എല്ലാ ദിവസവും സമാധാനമായി കിടന്നുറങ്ങാൻ എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ട്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അത് സാധിക്കട്ടെ എന്ന്. യെസ്, അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു റിപ്പോർട്ട്, ആ ഒരു പഠന റിപ്പോർട്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് അല്ലേ? അതെ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ അസാധാരണ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനം പറയുന്നത്. 2057ഓടെ ഇന്ത്യയിലെ വാർഷിക കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അസിം പ്രേംജി സർവകലാശാലയുടെ പഠനത്തിൽ പറയുന്നു. കാർബൺ ബഹിർഗമനം നിയന്ത്രിത രീതിയിലായാൽ പോലും രാജ്യം ചുട്ടുപൊള്ളും എന്നാണ് ഈ പഠനത്തിൽ പറയുന്ന കാര്യങ്ങൾ. വിശദമായ റിപ്പോർട്ട് കാണാം. കുറഞ്ഞ വർഷങ്ങൾക്കിടെ ഇന്ത്യയിൽ താപനില റെക്കോർഡിട്ടുകൊണ്ടിരിക്കുകയാണ്. വർഷം തോറും പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത കുറയുകയും ജനസംഖ്യ വർദ്ധിക്കുകയുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ
ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് അസിം പ്രേംജി സർവകലാശാല പഠനം നടത്തിയത്. ഫോസിൽ ഇന്ധനങ്ങളുടെ വലിയ തോതിലുള്ള ഉപയോഗവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ തടയാൻ ഫലപ്രദമായ ഇടപെടലുകളില്ലാത്തതും സ്ഥിതി വഷളാക്കും. വർദ്ധിച്ചുവരുന്ന താപനില, ഉഷ്ണതരംഗം, വരൾച്ച, കനത്ത മഴ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകും. കൃഷി, പ്രകൃതി വിഭവങ്ങൾ, ജനങ്ങളുടെ സ്വാഭാവിക ജീവിതം എന്നിവ ഇക്കാര്യങ്ങൾ കൊണ്ട് തകരും. കാർബൺ ബഹിർഗമനം തൽസ്ഥിതിയിൽ നിന്നാൽ പോലും വേനൽക്കാല താപനില 2043 1.5% വർദ്ധിക്കും. ബഹിർഗമനം വർദ്ധിച്ചാൽ 2041 തന്നെ താപനില ഈ നിലയിലെത്തും. വലിയ ജനസംഖ്യാ സാന്ദ്രതയുള്ള രാജ്യത്ത് ബഹുഭൂരിഭാഗം ജനതയും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക ക്രമത്തെ തകിടം മറിക്കും. ഏറ്റവുമധികം വ്യതിയാനം ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശം കേന്ദ്രഭരണ പ്രദേശമായ ലേ ആണ്. ഇവിടെ താപനില 1.6% വരെ ഉയരുമെന്നാണ് പഠനം. ശൈത്യകാല താപനില ഇന്ത്യയിലെ 611 ജില്ലകളിൽ ശരാശരി 1%, 139 ജില്ലകളിൽ 1.5% ഉയർന്നേക്കാമെന്നും പഠനം പറയുന്നു. ആഗോള കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന സമയത്താണ് പഠനം പുറത്തുവന്നിട്ടുള്ളത്. റിസർച്ച് ഡെസ്ക് 24. ഒരു മനോഹരമായ ഒരു കാഴ്ച കൂടി കാണിച്ചത് നമ്മൾ ഇന്ന് തൽക്കാലം കോഴിക്കോടേക്കാണ്. കോഴിക്കോട് സരോവരം ബയോ പാർക്കിന്റെ സൗന്ദര്യം ആസ്വദിച്ച ഒരു ബോട്ട് യാത്ര 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാർക്കിൽ DTPCയുടെ പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കനോലി കനാലിലൂടെയാണ് ബോട്ട് യാത്ര. കനോലി കനാലിന്റെ മാറിലൂടെ ഒരു അത്യുഗ്രൻ ബോട്ട് യാത്ര. ചുറ്റും സരോവരത്തിലെ ജൈവ വൈവിധ്യ കാഴ്ചകൾ. കോഴിക്കോട് നഗരത്തിലെത്തുന്നവർക്ക് ആസ്വാദനത്തിന്റെ പുതിയ തലം നൽകുകയാണ് പാർക്കിലെ പെഡൽ ബോട്ടിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇവിടെ നമ്മൾ ഈ കോഴിക്കോട് വന്ന് സരോവരം പാർക്ക് കയറി അപ്പം മൊത്തത്തിൽ കറങ്ങി പെഡൽ ബോട്ടിംഗ് നല്ല രസമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സായിട്ട് വൈബ് അടിക്കാൻ നല്ലൊരു സ്ഥലം സെറ്റായിരുന്നു. അഫോർഡബിളാണ്, കുഴപ്പമില്ല. 5 പേർക്ക് ഓക്കെയാണ് പ്രൈസ്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബോട്ടിംഗ് പുനരാരംഭിച്ചത്. അതും സരോവരത്തിലെത്തുന്നവരുടെ നിരന്തര ആവശ്യം പരിഗണിച്ച്. സരോവരം കംപ്ലീറ്റ്ലി ഗ്രീനറി ആയിട്ടുള്ള ഒരു ബയോ പാർക്കാണ്. ഇവിടെ പലർക്കും അറിയില്ല ഇവിടെ ബോട്ടിംഗ് ഉള്ളത്. കോഴിക്കോട് DTPCയുടെ അണ്ടറിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ ബോട്ടിംഗ് കൊടുക്കുന്നത്. അഡൽട്ടിന് 70 രൂപയും ചിൽഡ്രൻസിന് 40 രൂപയാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ബോട്ടിംഗ് സൗകര്യം. മിതമായ നിരക്കിൽ അരമണിക്കൂറോളം ഉല്ലാസയാത്ര നടത്താം. കോഴിക്കോട് നഗരത്തിലെത്തുന്നവർക്ക് ഇടവേളകളിൽ ഇവിടേക്ക് വരാം. ഈ ബോട്ടിൽ കയറി സരോവരം ചുറ്റാം. രാജേഷ് വെള്ളരിക്കുടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അപ്പൊ ഇന്ന് നമ്മുടെ സായാഹ്ന വാർത്താ യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്.